കഴിപ്പാൻ ദൈവം ഞങ്ങളെ സഹായിച്ചതിനാൽ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. इस गॉड्स मिशन के संस्था के साथ फिर से एक और संगति करने के लिए परमेश्वर एक अवसर दे रहा है। परमेश्वर का मैं धन्यवाद ഒരു करता हूँ। പ്രാവശ്യം കൂടെ ബഹുമാനരായ എല്ലാ ദൈവദാസന്മാർക്കും, വിശേഷാൽ തോമസൻ പാസ്റ്റർ കുടുംബം, എല്ലാ പ്രിയപ്പെട്ട ദൈവദാസന്മാർ, ആരാധനയുടെ പ്രിയ ബേബിച്ചൻ ബ്രദർ, ഞങ്ങൾ സ്നേഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം, സ്നേഹം അറിയിക്കും. ദൈവം നമ്മളെ സഹായിക്കട്ടെ. सारे एक और बार फिर से मैं सारे प्रभु के दासों का मैं धन्यवाद करता हूँ। स्पेशली मैं थॉमसन सर का मैं धन्यवाद करता हूँ और हमारे आराधना में लीड के ब्रदर के लिए मैं धन्यवाद करता हूँ। परमेश्वर सबको आशीष करे। വളരെ സമാധാനത്തോടെയും സന്തോഷത്തോടെയും നാം ആയിരിക്കുമല്ലോ. बहुत ही आनंद के साथ हम लोग आज के दिन बैठे हैं यहाँ। ദൈവസന്നിധിയിൽ ഇപ്രകാരം ആരാധിക്കുക, പാടുക, ദൈവത്തെ സ്തുതിക്കുക, കൂട്ടായ്മ ആചരിക്കുക നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ഭാഗ്യകരമായ അനുഭവമാണ്. ऐसी संगति करना, परमेश्वर की मिलकर आराधना करना, परमेश्वर के वचन से मनन करना, ये सब हमारे लिए बहुत ही एक आशीष का कारण है। ദൈവം ഹൃദയം നൽകിയ ഒരു ചിന്തയുമായി ഇന്ന് രാവിലെ ഞങ്ങൾ ഒരുമിച്ചായിരിക്കുന്നു. परमेश्वर ने जो अपने हृदय में हमारी जो बात कही मैं आपसे शेयर करना चाहता हूँ। വിരോധങ്ങൾ ഒരു ഭാഗത്ത് നിരവധി ഉണ്ടെങ്കിലും കർത്താവ് ദൈവസഭയെ വളർത്തിക്കൊണ്ടിരിക്കുന്നു. अगर एक तरफ विरोध है तो फिर भी परमेश्वर एक दूसरी तरफ अपनी कलीसिया को बढ़ा रहा है। കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ പല ഉപദ്രവങ്ങൾ പല സ്ഥലങ്ങളിലും ഉണ്ടായി. കഴിഞ്ഞ ദിവസങ്ങളിൽ पिछले कुछ दिनों में हमारे आसपास की जगहों में काफी विरोध हुआ था। എങ്കിലും കർത്താവ് ആമേൻ തന്റെ സഭയെ സൂക്ഷിക്കുന്നു. फिर भी परमेश्वर अपनी कलीसिया को संभाले रखा है। ആമേൻ. അനേകരുടെ പ്രാർത്ഥന നിമിത്തമാണ് ഞങ്ങൾ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ ദൈവദാസന്മാർ സൂക്ഷിക്കുന്നത്. कई लोगों की प्रार्थना के ये उत्तर है जब हम लोग यहाँ पे सुरक्षित हैं। ഒരു ഭാഗത്ത് ഉപദ്രവം ഉണ്ടെങ്കിലും ഒരു മറുഭാഗത്ത് ദൈവസഭ വളർന്നുകൊണ്ടിരിക്കുക. अगर एक तरफ विरोध हो रहा है तो उसकी दूसरी तरफ परमेश्वर की कलीसिया की बढ़ोतरी भी हो रही है। നാം വായിക്കുന്നു, അപ്പോസ്തലരുടെ പുസ്തകം 8-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്. 1-ാം വാക്യത്തിൽ हम प्रेरितों के काम उसके 8वें अध्याय का पहले वचन में ऐसा पढ़ते हैं। ആ വാക്യത്തിലേക്ക് നമുക്ക് വേഗത്തിൽ വരാം. ആ വാക്യം ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 8-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. उस वाक्य में कुछ ऐसा लिखा है, हम जल्दी उस पद को पढ़ना चाहेंगे। അവനെ കുല ചെയ്തത് ശൗലിന് സമ്മതമായിരുന്നു. शाऊल उसके वध में सहमत था। അന്ന് യെരൂശലേമിലെ സഭയ്ക്ക് ഒരു വലിയ ഉപദ്രവം നേരിട്ടു. उसी दिन यरूशलेम की कलीसिया पर बड़ा उपद्रव आरंभ हुआ। അപ്പോസ്തലന്മാർ ഒഴികെ എല്ലാവരും യഹൂദ്യ ശമരിയ ദേശങ്ങളിൽ ചിതറിപ്പോയി. प्रेरितों को छोड़ सबके सब यहूदिया और सामरिया देशों में तितर बितर हो गए। ദൈവസഭയുടെ ചരിത്രം വിശദീകരിക്കുന്ന പുസ്തകമാണല്ലോ അപ്പോസ്തലരുടെ പുസ്തകം. परमेश्वरीय कलीसिया का इतिहास बताने वाला एक पुस्तक है प्रेरितों के काम। നമുക്കറിയാം, ആരംഭകാല സഭ ചെറിയൊരു ശൈശവ ദശയിൽ നിന്ന് അതിവേഗത്തിൽ ലോകത്തിൽ വ്യാപരിച്ച ചരിത്രം ഈ പുസ്തകം വിശദീകരിക്കുന്നു. हम जानते हैं कि छोटी झुंड के चलते बाद में बड़ी झुंड होते हुए इस प्रेरितों के काम की पुस्तक में हम कलीसिया के इतिहास को देखते हैं। നമ്മൾ ഇന്ന് ഈ 8-ാം അധ്യായത്തിലെ വിഷയങ്ങളാണ് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. हम आज के दिन इस 8वें अध्याय कुछ पदों को हम मनन करना चाहेंगे। 1-ാം വാക്യം കണ്ടോ, ശൗലിന്റെ പേര് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. पहले पद में ऐसा लिखा है कि शाऊल का नाम वहां पे लिखित है। 7-ാം അധ്യായത്തിന്റെ അവസാന വാക്യങ്ങളിലും ആദ്യമായി ശൗലിന്റെ പേര് രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യം നമുക്കറിയാം. അതിന്റെ 58-ാമത്തെ വാക്യമാണ്. 58. वहां पे 7वें अध्याय का आखिरी पदों में भी शाऊल का पहली बार नाम दर्ज किया गया है। 8-ാം അധ്യായത്തിലേക്ക് നാം വായിക്കുന്നു, ഒരു വാക്യത്തിൽ രണ്ട് വലിയ ശക്തികളെ ഒരുമിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യമാണ് 8-ാമത്തെ അധ്യായത്തിലെ 1-ാമത്തെ വാക്യം. वहां पे 8वें अध्याय का पहला पद में दो महाशक्तियों का आमने सामने दर्शन किया गया। ആദ്യ ഭാഗത്ത് നമുക്കറിയാം, ആ വലിയ ശത്രു സൈന്യത്തെ ലീഡ് ചെയ്യുന്ന ശൗലും തന്റെ കൂടെ ഉണ്ടായിരുന്ന വലിയ വിരോധ സമൂഹവും. हम पहली तरफ देखते हैं कि शत्रु की बहुत बड़ी सेना का एक योद्धा शाऊल और दूसरी तरफ हमारी कलीसिया। നാം വായിക്കുന്നു അടുത്ത ഭാഗത്ത് ആമേൻ അപ്പോസ്തലന്മാരും സഭയും കാണുന്നു. और दूसरी तरफ हम जानते हैं कि प्रेरित लोग और उसकी कलीसिया है। ആമേൻ. എന്നാൽ സഭ ചിതറിപ്പോയെന്ന് വായിക്കുന്നു. लेकिन हम पढ़ते हैं कि सभा जो कलीसिया थी वो तितर बितर हो गई। അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം നമുക്കറിയാം. കർത്താവിന്റെ വാഗ്ദത്തമാണ്, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ യെരൂശലേമിലും യഹൂദിയയും ശമരിയും എല്ലാം എന്റെ സാക്ഷികളാകും. प्रेरित काम पहले के 8 के बारे में हम जानते हैं कि परमेश्वर का ये वचन है कि तुम दुनिया के छोर तक मेरे गवाह ठहरो। എന്നാൽ 7-ാം അധ്യായം വരെ ദൈവസഭ ജെറുസലേമിലായിരുന്നു. लेकिन हम पढ़ते हैं कि 7वें अध्याय तक यरूशलेम की सभा सही सलामत थी। യെരൂശലേമിൽ അവർ ദൈവത്തെ ആരാധിച്ചു. यरूशलेम में परमेश्वर की आराधना वो कर रहे थे। അവർ യെരൂശലേമിൽ പ്രസംഗിക്കുന്നു, वो यरूशलेम में प्रचार कर रहे അവർ थे, രോഗിയെ സൗഖ്യമാക്കുന്നു. वो रोगियों को चंगा कर रहे थे। യെരൂശലേമിൽ ദൈവസഭയുടെ പ്രവർത്തനം യെരൂശലേമിൽ തന്നെയായിരുന്നു. लेकिन 7वें अध्याय तक यरूशलेम की सभा यरूशलेम में ही स्थिर थी। എന്നാൽ 1-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ 8-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം വായിക്കുന്നു. ആമേൻ. ദൈവസഭയിൽ വലിയ വിരോധത്തിന്റെ കാരണത്താൽ ദൈവസഭ
ശമരയിലേക്കും യഹൂദിയിലേക്കും ചിതറിപ്പോകുന്നു. हम लेकिन 8वें अध्याय का पहला वचन हम पढ़ते हैं कि वहां विरोध होने के चलते कलीसिया तितर बितर हो गई। വലിയ ഉപദ്രവം നേരിട്ടു. बहुत ही बड़ा विरोध उनको सहना पड़ा। നമുക്കറിയാം സ്തെഫാനോസിന്റെ വധം, കൊലപാതകം സംഭവിക്കുന്നതിന് ശേഷം ഇതേ വാക്യത്തിൽ തന്നെ ഉണ്ട് ശൗൽ, ഇതേ പാരഗ്രാഫിലുണ്ട്. അതിന്റെ 3-ാം വാക്യത്തിൽ ശൗൽ വീട് തോറും ചെന്ന് പുരുഷന്മാരെയും സ്ത്രീകളെയും പിടിച്ചു വെച്ച് 3-ാം വാക്യം തടവിൽ ഏൽപ്പിച്ചുകൊണ്ട് സഭയെ മുടിച്ചു പോകുന്നത് വായിക്കുന്നു. हम इसी यहाँ पे अध्याय के पहले वचन में हम पढ़ते हैं कि वहां पे स्टेफनुस का हत्या कर देते हैं। उसके बाद तीसरे पद में हम पढ़ते हैं शाऊल कलीसिया को जाड़ रहा था और घर घर घुसकर पुरुषों और स्त्रियों को घसीट घसीट कर बंदीगृह में डालता था। വിരോധമുണ്ടാകുന്ന 8-ാം അധ്യായത്തിലെ 1-ാമത്തെ വാക്യം. विरोध हो रहा है 8वें अध्याय के पहले पद पे। എന്നാൽ ഈ നമ്മളെ ചരിത്രത്തിന്റെ ഫ്ലോ ഇങ്ങനെ പഠിച്ച്, എന്റെ കൂടെ എല്ലാവരും ശ്രദ്ധിക്കണം രാവിലെ, ഈ ചരിത്രത്തിന്റെ ഈ ഒഴുക്കിനെ നാം ഇങ്ങനെ പഠിച്ചു വരുമ്പോൾ 1 മുതൽ നമുക്കറിയാം 2-ാം അധ്യായത്തിൽ പെന്തക്കോസ്ത് ഉണ്ടാകുന്നു, വലിയ ആത്മാവിന്റെ പരിവർത്തനം ഉണ്ടാകുന്നു, 3000 പേർ സഭയോട് ചേർന്നു. യെരുശലേമിൽ ചെറിയ ചെറിയ ചില കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. പക്ഷെ 8-ാം അധ്യായത്തിന് ശേഷം ശുശ്രൂഷയുടെ രീതി മാറുകയാ സഭയുടെ. हम जानते हैं कि कलीसिया का जो इतिहास वो धीरे धीरे अपने रीति से चल रहा था। जैसे हम जानते हैं कि दूसरे अध्याय में पेंतुकुस्त की महासामर्थ्य मिली और आगे चलते चलते 8वें अध्याय तक आते आते कलीसिया तितर बितर हो चुकी है। സഭയോട് നാം ദിവസം രാവിലെ ആയിരിക്കാം. अपने बड़े ध्यान से आज के दिन बैठेंगे। 1 മുതൽ 7 വരെയുള്ള അധ്യായങ്ങളിൽ ദൈവസഭ വളരെ ശാന്തമായി ഒഴുകുന്ന ഒരു നദി പോലെ, അല്ലെങ്കിൽ വളരെ ശാന്തമായി സഞ്ചരിക്കുന്ന ഒരു ഗ്രൂപ്പിനെ പോലെ ഇങ്ങനെ മിനിസ്റ്റർ ചെയ്ത് ഇങ്ങനെ സമാധാനമായിട്ട് അവരിങ്ങനെ നീങ്ങുകയാണ്. पहले अध्याय से लेकर 7वें अध्याय तक जो परमेश्वर कलीसिया थी, यरूशलेम की कलीसिया थी, वो एक शांत पानी के समान वो चल रही थी। വളരെ ശാന്തമായി അവർ സംസാരിച്ചും അവർ ചിരിച്ചും കളിച്ചും സ്നേഹത്തോടെ ഒരു വളരെ പതുക്കെ 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 മുമ്പോട്ട് നീങ്ങുന്ന സഭയാണ് 7-ാം അധ്യായം വരെ നാം കാണുന്നത്. 7वें अध्याय तक जानते हैं यरूशलेम की कलीसिया बहुत ही शांत रूप से बस बड़े हंसते खेलते अपने सुसमाचार को, अपने जीवन रीति को आगे बढ़ा रही है। ഞാൻ വീണ്ടും പറയുന്നു, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥന ദിവസത്തിലായിരിക്കാം. मैं फिर से कहता हूँ, बड़े प्रार्थना के साथ हम लोग बैठेंगे। വളരെ പെട്ടെന്നാണ് ദൈവസഭയുടെ ചിത്രം മാറുന്നത് 8-ാം അധ്യായത്തിന് ശേഷം. बहुत ही जल्दी 8वें अध्याय में परमेश्वर कलीसिया, यरूशलेम कलीसिया का इतिहास बदल रहा है। ഞാൻ വീണ്ടും പറയുന്നു, 8-ാം അധ്യായം വരെ ദൈവസഭ വളരെ ശാന്തമായി യാത്ര ചെയ്തുകൊണ്ട് ജെറുസലേമിൽ അവർ ഓരോ വീടുകൾ സഞ്ചരിക്കുന്നു, ആളുകളെ സൗഖ്യമാക്കുന്നു, വീണ്ടും അവർ വീട്ടിലേക്ക് കടന്നു വരുന്നു. അങ്ങനെ ജെറുസലേമിൽ അവരങ്ങനെ സമാധാനമായി ഒരു പതുക്കെ 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 അവർ മുമ്പോട്ട് നീങ്ങുന്ന ചിത്രമാണ് 7-ാം അധ്യായം വരെ നാം കാണുന്നത്. हम 7वें अध्याय तक ये पढ़ते हैं कि यरूशलेम की कलीसिया बड़ी शांत रूप से रोगियों को चंगा करके, आश्चर्य कार्य करके, शांति से वो अपने सुसमाचार को आगे बढ़ा रही थी। എന്നാൽ വലിയ ഉപദ്രവം നേരിട്ടു എന്ന പദത്തിന് ശേഷം വായിക്കുന്നു, വലിയ ഉപദ്രവം നേരിട്ടു 8-ാം അധ്യായം എന്ന വാക്യം. लेकिन वहां जब 8वें अध्याय के पहले पद में पढ़ते हैं कि वहां यरूशलेम की कलीसिया को बहुत बड़ा उपद्रव आरंभ हुआ, तो वहां से कलीसिया का इतिहास बदलने लगा। ഈ ഒരു വലിയ ഉപദ്രവം ദൈവസഭയുടെ ചരിത്രത്തെ മാറ്റിമറിക്കുകയാണ്. ये जो उपद्रव आरंभ हुआ उसके बाद कलीसिया का इतिहास बदलने लगा। എന്നോട് കൂടെ പ്രാർത്ഥനയോടെ നിന്നാലേ ഈ സന്ദേശത്തിന്റെ അർത്ഥം മനസ്സിലാകും. अगर आप मेरे साथ प्रार्थना में रहें तो तभी इस वचन का अर्थ आपको समझ में आएगा। 8-ാം അധ്യായത്തിലെ ആദ്യത്തെ വാക്യത്തിൽ വലിയ ഉപദ്രവം നേരിട്ട സഭ. 8वें अध्याय का पहले पद पे बहुत ही बड़ा उपद्रव सही हुई परमेश्वर कलीसिया। വായിക്കുന്നു, പെട്ടെന്ന് ഫിലിപ്പോസ് എന്ന അഭിഷിക്തൻ പോവുകയാണ് ശമരിയയിലേക്ക്. हम जानते हैं फिलिप्पोस जैसे बहुत ही सामर्थ्य लोग सामरिया की तरफ जा रहे थे। ശമരിയിൽ അശുദ്ധരും അവിടെ പാർക്കുന്ന ജനം സമ്മിശ്ര ജനമായതുകൊണ്ട് അവിടേക്ക് പ്രവേശിക്കാൻ ആളുകൾ താല്പര്യപ്പെടാതിരുന്ന ഒരു സ്ഥലത്തേക്ക് യെരുശലേമിൽ നിന്ന് സഭയുടെ ഒഴുക്ക് ശമരിയിലേക്ക് നടക്കുകയാണ്. सामरिया जैसी जगह में यरूशलेम के लोग जाना चाहते नहीं, लेकिन फिर भी मजबूरन बस उन लोग को वहां जाना पड़ता है। നമുക്ക് ശ്രദ്ധിക്കുക, അപ്പോൾ യെരുശലേമിൽ നിന്ന് ഇപ്പോൾ സഭ ശമരിയിലേക്ക് നീങ്ങുന്നു. ശമരിയിൽ ഒരു വലിയ ആത്മീയ ഉണർവുണ്ടാകുന്നു. ശമരിയിലെ ആളുകൾ കൂട്ടമായി രക്ഷിക്കപ്പെടുന്നു. വലിയൊരു ആത്മീയ ഉണർവ് ശമരിയിൽ ഉണ്ടാകുന്നു. हम जानते हैं इसके बाद यरूशलेम के लोग जब सामरिया आते हैं तो सामरिया बहुत ही बड़ा आश्चर्यकर्म होता है। वहां पे लोग झुंड परमेश्वर के वचन को पहचानते हैं। वहां पे बहुत ही बड़ा एक अद्भुत कार्य होता है। നമുക്കറിയാം, കാരണം ചിതറിപ്പോയവർ എവിടെ പോയിരുന്നാലും സുവിശേഷം അറിയിച്ചുകൊണ്ട് സഞ്ചരിച്ചിരുന്നു എന്ന് അടുത്ത വാക്യം വായിക്കുന്നുണ്ട് ഇതേ അധ്യായത്തിൽ തന്നെ. लेकिन हम जानते हैं इसका कारण यही है कि परमेश्वर कलीसिया जहां जहां तितर बितर होती है वहां अपने वचन को लेके जाती है। 8-ാം അധ്യായം 4-ാം വാക്യത്തിൽ ആ ഭാഗം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 8-4 വാക്യം. वहां पे 8वें के 4 से 4 पद में वहां ऐसा लिखा हुआ है। അങ്ങനെ യെരുശലേമിൽ ഇപ്പോൾ സഭ ശമരിയിലേക്ക് വരികയാണ്.
लेकिन इसी तरह यरूशलेम की कलीसिया सामरिया में आ रही है। ജനങ്ങൾ വളരെ വിഗ്രഹാരാധനയിലും അവരെ സമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്തിയതിനാൽ പല പ്രയാസത്താൽ താമസിച്ചിരുന്ന ശമരിയിൽ ഒരു വലിയ ആത്മിക വെളിച്ചമായ സുവിശേഷം അവിടെ കടന്നു വരികയാണ്. यरूशलेम के लोग जब बहुत ही अपने झुंड से अलग हुए थे तो सामरिया में आके वो अपना सुसमाचार को बांटने लगते हैं। ശമരക്കാർ പറയും, യെരൂശലേമിൽ ഉപദ്രവമുണ്ടായത് ഞങ്ങൾക്ക് ലാഭമായി മാറി, കാരണം അവിടെ നിന്ന് അപ്പോസ്തലന്മാരും ദൈവസഭയും ഇവിടേക്ക് വന്ന് ഞങ്ങളെ സുവിശേഷം അറിയിപ്പാനിടയായി. सामरिया के लोग ऐसे बोलते होंगे कि यरूशलेम में जब उपद्रव हुआ वो हमारे लिए एक आशीष का कारण हुआ, क्योंकि वह उसके बाद वहां के लोग यहाँ आकर अपने सुसमाचार को बांटे थे। എന്നാൽ വീണ്ടും നമ്മുടെ വിഷയത്തിൽ വരികയാണ്, ഉപദ്രവം ഉണ്ടായത് ദൈവസഭയ്ക്ക് വലിയ ലാഭമായി മാറുകയാണ്. इसका मैं वापस अपने पॉइंट में आऊंगा कि उपद्रव जहाँ हुआ था तो परमेश्वर कलीसिया को बहुत ही बड़ा लाभ हुआ था। സ്വർഗരാജ്യം അതിവേഗം ആ കാലത്തെ ലോകത്തിൽ വ്യാപിച്ച ചരിത്രമാണ് 8-ാം അധ്യായത്തിന് ശേഷം നാം വായിക്കുന്നത്. परमेश्वर कलीसिया, परमेश्वर का वचन बहुत ही अधिवेग से परमेश्वर के लोगों के बीच में उड़ेला जा रहा था उस समय पर। യെരൂശലേമിൽ നിന്ന് ശമരിയിലേക്ക് യാത്രയായ ദൈവസഭ, यरूशलेम से सामरिया को जाने वाली परमेश्वर की सभा। ഇതേ അധ്യായത്തിൽ 8-ാം അധ്യായത്തിലെ വലിയൊരു സംഭവം, ലോകത്തെ പിടിച്ചു കുലിക്കൊരു സുവിശേഷത്തിന്റെ പ്രവർത്തനമാണ് വായിക്കുന്നത്. ഫിലിപ്പോസിനെ കർത്താവ് നമുക്കറിയാം അതെ ആഫ്രിക്കയിൽ ഒരു വലിയ ശുശ്രൂഷയ്ക്ക് വേണ്ടി തന്നെ കൊണ്ടുപോകുന്ന ചിത്രമാണ് ശേഷമുള്ള ഭാഗങ്ങൾ വായിക്കുന്നത്. इतिहास को बहुत ही बड़ा एक मोड़ लेने वाला एक दौर ऐसा आता है कि जब फिलिपोस को परमेश्वर अपने अफ्रीका जैसी जगहों में परमेश्वर का वचन सुनाने के लिए भेजते हैं। എത്യോപ്യ രാജ്ഞിയുടെ ഷണ്ഡനെ സുവിശേഷം അറിയിച്ചുകൊണ്ട് ഇരുണ്ട ഭൂഖണ്ഡത്തിലേക്ക് സുവിശേഷമായി പോകുന്ന ചിത്രമാണ് 8-ാം അധ്യായത്തിന്റെ 2-ാമത്തെ ഭാഗം. 8वें अध्याय के दूसरे वचन में ऐसे देखते हैं कि बहुत ही बड़ा इथियोपिया जैसी जगह में, बहुत ही अंधेर जगह में परमेश्वर का वचन लेके वो लोग पहुंच रहे हैं। ശ്രദ്ധിക്കുക, അപ്പോൾ യെരൂശലേമിലെ ഉപദ്രവം ശമരിയിലേക്ക് സുവിശേഷം പോകുവാൻ കാരണമായി ലോകത്തിലെ മറ്റൊരു വലിയ ഇരുണ്ട ഭൂഖണ്ഡത്തിലേക്ക് സുവിശേഷത്തിന്റെ യാത്ര നടക്കുന്ന ചിത്രമാണല്ലോ നാം കാണുന്നത്. हम जानते हैं, यहाँ पे ऐसा देखते हैं हम कि परमेश्वर के वचन जो है वो अंधेर जैसे नगरों में भी जा करके वहां सुसमाचार बांटने का एक दौर है ये। നമുക്കറിയാം, പിന്നീട് വായിക്കുമ്പോൾ 9-ാം അധ്യായത്തിൽ വരുമ്പോൾ 9-ാം അധ്യായത്തിന്റെ വിഷയം തന്നെയാണ് സുവിശേഷം അതിവേഗത്തിൽ യാത്ര ചെയ്യുക. वहां हम अगले अध्याय में 9वें अध्याय में देखते हैं तो वहां भी ऐसा ही कुछ दर्शन देखने पाते हैं। നമുക്ക് പൗലോസിന്റെ മാനസാന്തരമാണ് 8-ാം അധ്യായത്തിന്റെ വിഷയം. हम जानते हैं कि वहां पे पौलुस का हृदय परिवर्तन हम देखते हैं। പൗലോസ് മാനസാന്തരപ്പെട്ട് അതിനുശേഷം ചിത്രങ്ങൾ നമുക്കറിയാം, ദമസ്കോസിലും ചുറ്റുവട്ടങ്ങളിലും സുവിശേഷം അറിയിക്കുന്നു. उसके बाद जब शाऊल का हृदय परिवर्तन हुआ तो उसके बाद वो दमिश्क में वहां आसपास की जगह में सुसमाचार बांटने लगा। നമുക്കറിയാം, 10-ാം അധ്യായം വരുമ്പോൾ പത്രോസിന്റെ വലിയ ശുശ്രൂഷ വായിക്കുന്നു. അന്യജാതികളിലേക്ക് എന്ന് പറഞ്ഞാൽ കൊർന്നല്യോസിന്റെ കുടുംബത്തിലേക്ക്, അന്യജാതികളിലേക്ക് ദൈവത്തിന്റെ പദ്ധതിയായ വലിയ ഗ്ലോബൽ ഇവാഞ്ചലിസം, സർവ്വലോക സുവിശേഷീകരണത്തിന്റെ ഭാഗമായി സുവിശേഷം അന്യജാതികളിലേക്ക് പോകുന്ന ചിത്രമാണ് നമുക്കറിയാം കൊർന്നല്യോസിന്റെ കുടുംബത്തിലേക്കുള്ള സുവിശേഷത്തിന്റെ യാത്ര. उसके अगले अध्याय में हम 10वें अध्याय में देखते हैं कि पतरस का बहुत ही बड़ा सुसमाचार में उसके अपने जीवन शैली में बहुत ही बड़ा एक मोड़ देखते हैं। कुरनेलियुस जैसे अन्य जातियों के बीच में परमेश्वर का वचन वो भौतिक रूप से वो लोग दुनिया में बांटने लगा था। ശ്രദ്ധിക്കുക, അപ്പോൾ യെരൂശലേമിലെ ഉപദ്രവത്തിന് ശേഷം സുവിശേഷം ശമരിയിലേക്ക് പോകുന്നു, അതുപോലെ എത്യോപ്യയിലേക്ക് പോകുന്നു. ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ജനസമൂഹമായ അന്യജാതികളിലേക്ക് സുവിശേഷം നീങ്ങിയ ചിത്രമാണ് നാം കണ്ടുവരുന്നത്. उपद्रव के बाद हम जानते हैं कि पहले सामरिया में वचन गया, उसके बाद इथियोपिया में गया, और अब हम देखते हैं कि दुनिया में सबसे ज्यादा जनसंख्या रखने वाले अन्य जातियों के बीच में परमेश्वर का वचन पहुंचा। 11-ാം അധ്യായത്തിൽ ചിത്രം വായിച്ചാൽ നമുക്ക് അത്ഭുതം തോന്നും. സുവിശേഷം അതിവേഗത്തിൽ ലോകത്തിലേക്ക് യാത്ര ചിത്രമാണ് 11-ാം അധ്യായത്തിലെ ചിത്രം. हम 11वें अध्याय का में चित्र देखते हैं कि बहुत ही अद्भुत कार्य है हमारे लिए कि परमेश्वर का वचन अधिवेग से दुनिया में फैल रहा था। നമുക്കറിയാം, അതിന്റെ 19-ാം വാക്യം വായിക്കുമ്പോൾ 11-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ സ്തെഫാനോസ് നിമിത്തമുണ്ടായ ഉപദ്രവം ഹേതുവായി ചിതറിപ്പോയവർ യഹൂദന്മാരോടല്ലാതെ മറ്റാരോടും വചനം സംസാരിക്കാതെ ഫൊയ്നീക്യ, കുപ്രോസ്, അന്ത്യോക്യ എന്നീ പ്രദേശങ്ങളോളം സഞ്ചരിച്ചു. वहां पे 19वें पद में 11वें अध्याय के ऐसा लिखा है कि जो लोग उस क्लेश के मारे जो स्तिफनुस के कारण पड़ा था तितर बितर हो गए थे, वे फिरते फिरते फीनीके, साइप्रस और अंताक्या में पहुंचे। 27-ാം വാക്യം വായിക്കുന്നു, ആ കാലത്ത് യെരൂശലേമിൽ നിന്ന് പ്രവാചകന്മാർ അന്ത്യോക്യയിലേക്ക് ചെന്നു. അവിടെ അഗബോസ് എന്ന പേരുള്ള ഒരുവൻ എഴുന്നേറ്റ് ലോകത്തിൽ ഒക്കെയും മഹാക്ഷാമം ഉണ്ടാകുമെന്ന് ആത്മാവിൽ പ്രവചിച്ചു. वहां पे 11वें के 27 पद में ऐसा लिखा है, उन्हीं दिनों में कई भविष्यवक्ता यरूशलेम में अंताकिया आए, उनमें से अगबोस नामक एक ने खड़े होकर आत्मा की प्रेरणा से
यह बताया कि सारे जगत में बड़ा अकाल पड़ेगा। അപ്പൊ യെരുശലേമിൽ ഉപദ്രവം ഉണ്ടാകുന്നു, ദൈവസഭ ചിതറിപ്പോകുന്നു. പക്ഷേ അതിനുശേഷം ദൈവസഭ അതിവേഗത്തിൽ ലോകത്തിലേക്ക് സഞ്ചരിക്കുന്ന ചിത്രമാണ് നാം ഈ പുസ്തകത്തിൽ കാണുന്നത്. इसके बाद जब उपद्रव हुआ था उसके बाद हम देखते हैं कि परमेश्वर का वचन और भी तेजी से दुनिया में फैलने लगा। നമുക്കറിയാം, അതിന്റെ 12-ാം അധ്യായം വായിക്കുമ്പോൾ പത്രോസിന്റെയും അതുപോലെ അപ്പോസ്തലന്മാരുടെയും ജയിലിലെ കഷ്ടതകളും ദൈവം വിടുവിച്ച ചിത്രമാണ് 12-ാം അധ്യായത്തിൽ വായിക്കുന്നത്. हम 12वें अध्याय में ऐसा देखते हैं कि पतरस का बंदीगृह में डालना, उसके चेलों का, साथियों का बंदीगृह में डाला जाना, हम बातों को देखते हैं। എന്നാൽ യെരുശലേമിൽ ചിതറിപ്പോയ ജനം അന്ത്യോക്യയിൽ കൂടി വന്നു എന്നുള്ളത് 13-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗത്തിൽ വായിക്കുന്നു. हम 13वें अध्याय के पहले कुछ पदों में हम पढ़ते हैं कि यरूशलेम की कलीसिया तितर बितर होके एकजुट अंताकिया में आकर बस गए। നാം വായിക്കുന്നു, അതിന്റെ 1, 2, 3 വാക്യം വായിക്കുമ്പോൾ അന്ത്യോക്യയിലെ സഭയിൽ ബർന്നബാസ്, നീഗർ എന്ന പേരുള്ള ശിമോൻ, കുറേനക്കാരനായ ലൂക്യോസ്, ഇടപ്രഭുവായ ഹെരോദാവിന്റെ കൂടെ വളർന്ന മനായേൻ, ശൗൽ എന്നീ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും ഉണ്ടായിരുന്നു. അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേദനിപ്പീരെന്ന് പരിശുദ്ധാത്മാ പറഞ്ഞു. അങ്ങനെ അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ച് അവരെ പറഞ്ഞയച്ചു. 13वें अध्याय में ऐसा लिखा है कि अंताकिया की कलीसिया में कई भविष्यवक्ता और उपदेशक थे, जैसे बरनबास और शाऊल, शमौन कहलाता था, और लुकियुस कुरेनी, और चौथाई देश के राजा हेरोदेस का दूत भाई मनाहेम और शाऊल। जब वे उपवास सहित प्रभु की उपासना कर रहे थे तो पवित्र आत्मा ने कहा, मेरे लिए बरनबास और शाऊल को उस काम के लिए अलग करो जिसके लिए मैंने उन्हें बुलाया है। तब उन्होंने उपवास और प्रार्थना करके उन पर हाथ रखकर उन्हें विदा किया। യെരുശലേമിൽ സഭയ്ക്ക് പീഡയുണ്ടായപ്പോൾ ജനം, ദൈവത്തിന്റെ ജനം ചിതറിപ്പോയവർ സുവിശേഷം അറിയിച്ചുകൊണ്ട് യാത്ര ചെയ്തപ്പോൾ അന്ത്യോക്യയിൽ ഒരുമിച്ച് കൂടുകയാണ്. जब यरूशलेम में उपद्रव हुआ तो परमेश्वर की यरूशलेम कलीसिया तितर बितर होके फैलते फैलते अंताकिया में आकर बस गई। ശ്രദ്ധിക്കുക, അപ്പോൾ ശത്രു സൈന്യം ഇപ്രകാരം വിചാരിച്ചു, യെരുശലേമിലെ ചിത്രം കഴിഞ്ഞു, ഇനി ദൈവസഭയുടെ ചരിത്രം അവസാനിക്കുകയാണ്, ഇനി ഇങ്ങനെ ചരിത്രം എഴുതേണ്ട ആവശ്യമില്ല, കാരണം ചിതറിപ്പോയവരുടെ ചരിത്രം ആരാണ് എന്ന്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക, ദൈവത്തിന്റെ ആത്മാവിന്റെ അഭിഷേകവും ദൈവകൃപയും പ്രാപിച്ച ദൈവസഭ, ദൈവദാസന്മാർ, ദൈവമക്കൾ കർത്താവിന്റെ വേലയ്ക്ക് അതിശക്തമായി ചുമൽ കൊടുത്ത ചിത്രമാണ് നാം ഈ പുസ്തകത്തിലെ അധ്യായങ്ങൾ വായിക്കുന്നത്. सोच रही थी कि अभी कलीसिया का इतिहास लिख कोई फायदा नहीं है, यरूशलेम की कलीसिया का इतिहास लिख कोई फायदा नहीं, क्योंकि वो तितर बितर हो गए हैं। पर हम जानते हैं कि यरूशलेम में उपद्रव हुआ, उसके बाद ही परमेश्वर का वचन अधिवेग से बढ़ने लगा। ജെറുസലേമിലെ ഉപദ്രവം ചിതറിപ്പോയി, ശരിയാ. പക്ഷേ വായിക്കുന്നു 13-ാം അധ്യായത്തിൽ അവർ അന്ത്യോക്യയിൽ ഒരുമിച്ച് കൂടിയിട്ട് വലിയൊരു ആത്മീക യുദ്ധം നടത്തുവാൻ വേണ്ടി തയ്യാറാകുകയായിരുന്നു. हम भले ही जानते हैं कि 8वें अध्याय में कलीसिया तितर बितर हो गई, पर 13वें अध्याय में हम देखते हैं कि कलीसिया अंताकिया में इकट्ठा होकर एक आत्मिक युद्ध लड़ती है। ശ്രദ്ധിക്കുക, ഞാൻ പലപ്പോഴും വിശ്വസിക്കുന്ന വിഷയമാണ്, പലപ്പോഴും മറഞ്ഞു കിടക്കുന്ന അന്ത്യോക്യകൾ വെളിയിൽ വരണമെങ്കിൽ യെരുശലേമിൽ ചില ഉപദ്രവങ്ങൾ ഉണ്ടാകണം. मेरा ऐसा मानना है कि अंताकिया जैसी जगह में अगर परमेश्वर का अद्भुत कार्य होना है तो यरूशलेम जैसी जगहों में परमेश्वर का उपद्रव होना जरूरी है। യെരുശലേമിൽ നിന്ന് ഒഴുകിപ്പോയ ചിതറിപ്പോയ ജനം ആത്മാവിൽ ഉപവസിച്ചും പ്രാർത്ഥിച്ചുകൊണ്ട് ഇത് വലിയ ആത്മീയ യുദ്ധത്തിന് വേണ്ടി അന്ത്യോക്യയിൽ ഒരുമിച്ച് കൂടി. अंताकिया यरूशलेम में जब बहुत ही बड़ा उपद्रव हुआ तो लोग तितर बितर होके उपवास में प्रार्थना कर करके सब मिल करके जब अंताकिया में एक साथ आए तो वो आत्मा में एक युद्ध लड़ते हैं। യെരുശലേമിൽ നിന്ന് 300 മൈൽ അകലെയാണ് അന്ത്യോക്യ എന്ന സ്ഥലം. यरूशलेम से 300 मील दूर है अंताकिया एक शहर। കുതിരപ്പുറത്ത് യാത്ര ചെയ്താൽ 6-7 ദിവസത്തെ യാത്രയുണ്ട് അന്ത്യോക്യയിലെത്തുവാൻ. अगर घोड़े से अगर हम सवारी करें तो 6 से 7 दिन लग जाएंगे पहुंचते हुए। കാൽനടയായി യാത്ര ചെയ്യുന്നവർക്ക് ഞാൻ പഠിച്ചപ്പോൾ അത് 3 മുതൽ 4 ആഴ്ചയുടെ യാത്രയുണ്ട് जेरूसलेम में अंत्योक्या एत्तुवान. अगर पैदल चले यरूशलेम से अंताकिया को कम से कम 3 से 4 हफ्ते हमें लगेंगे, जब मैंने पढ़ा था तो. ജനം ഇതുപോലെ യാത്ര ചെയ്ത് അന്ത്യോക്യയിൽ ഒരുമിച്ച് കൂടി അവർ ഉപവാസ പ്രാർത്ഥനയും അതേ സംഗതി കൂട്ടായ്മയും അവർ ആചരിച്ചുകൊണ്ട് വലിയൊരു ആത്മിക യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങുകയാ. यरूशलेम की कलीसिया इसी तरह बहुत दूर चल के परमेश्वर के वचन को बांटने के लिए, परमेश्वर के आत्मिक युद्ध लड़ने के लिए वो हमेशा तैयार हो रही थी. ദൈവമക്കളെ ശ്രദ്ധിക്കണമേ, ആരെല്ലാം ചിതറിപ്പാൻ ശ്രമിച്ചാലും ജെറുസലേമിൽ നിന്ന് ഓടേണ്ടി വന്നു, ശരിയാ. പക്ഷേ അന്ത്യോക്യയിൽ വലിയൊരു യുദ്ധത്തിന്റെ ഒരുക്കം നടത്തി ലോകത്തെ പിടിച്ചടക്കിയ സഭയുടെ ചരിത്രമാണ് നാം ഇന്ന് രാവിലെ ശ്രദ്ധിക്കുന്നത്.
ये प्रभु के दोस्तों, जब जब भी हमारे बीच में उपद्रव होता है, इन सब के पीछे कुछ कारण होता है। हमारे उपद्रव के बाद हमारे लिए अन्ताकिया जैसे जगह हमारा इंतजार कर रही है, जहाँ पे परमेश्वर के लिए हमें एक आत्मिक युद्ध लड़ना है। ശ്രദ്ധിക്കുക, ചരിത്രത്തിന്റെ ഏറ്റവും വലിയ ജെറുസലേമേക്കാൾ കൂടുതൽ ഒരു ആത്മീക ലോകത്തിന്റെ സെന്ററായി മാറുകയായിരുന്നു അന്ത്യോക്യ എന്ന പട്ടണം. यरूशलेम के बाद हम जानते हैं कि कलीसिया के इतिहास में अन्ताकिया एक ऐसा जगह बना था जहाँ पे मसीही लोग का परमेश्वर की कलीसिया का एक बीच का एक मुद्दा, एक बिंदु बन गया था अन्ताकिया कलीसिया। ശ്രദ്ധിക്കുക, അവർ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ആയിരുന്നു. ध्यान दीजिएगा, वो प्रार्थना और उपवास में थे। ആമേൻ. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ സംസാരം ഉണ്ടാകുന്നു, എനിക്ക് വേണ്ടി ഞാൻ വേദനിച്ച ശൗലിനെയും ബർന്നബാസിനെയും അതെ വേർതിരിച്ച് അയക്കുക എന്ന ദൈവിക ശബ്ദം ഉണ്ടാകുന്നു. जब वो प्रार्थना उपवास में थे तो परमेश्वर का आत्मा उनसे कहता है कि जो जिन्हें मैंने अलग किया है, बरनबास और शाऊल को अलग करो. ആമേ. അന്താക്കിയ സഭയിലെ മൂപ്പന്മാർ പ്രാർത്ഥിച്ച് ദൈവദാസന്മാരെ ലോകത്തിലെ ഏറ്റവും വലിയ മിഷണറി യാത്രയ്ക്ക് വേണ്ടി അവരെ അയക്കുന്നു. ഗലാത്യ ദേശത്തേക്ക് അവരെ അയക്കുകയാണ്. अन्ताकिया कलीसिया के जो बुजुर्ग थे, बड़े लोग थे, उन्होंने उन दोनों पे हाथ रख करके उन्हें विदा किया। और हम जानते हैं इसके बाद पौलुस और बरनबास का बहुत ही बड़ा एक मिशनरी यात्रा था। वो परमेश्वर का प्रथम यात्रा उन्होंने बहुत ही सामर्थ्य रूप से निभाया. വലിയ ഒരു അന്യജാതികളുടെ കൂട്ടമായ അതെ അന്യജാതികളുടെ മാനസാന്തരത്തിന് കാരണമായി ആദ്യത്തെ പ്രചാര യാത്ര, ആദ്യത്തെ മിഷണറി യാത്ര. हम जानते हैं कि अन्य जातियों के बीच में बहुत ही बड़ा परमेश्वर का जो सुसमाचार का एक कुंडेला जाना था, वो बहुत ही अच्छी तरीके से सफल हुआ पौलुस के और बरनबास की प्रथम प्रचार यात्रा में. അവിടുന്ന് അവർ മടങ്ങി വന്ന് രണ്ടാമത്തെ യാത്ര നടത്തുന്നു. അവർ പോകുന്നത് മാസിഡോണിയ, മക്കദോനിയയിലേക്കാണ്. हम जानते हैं कि इसके बाद जब पौलुस और बरनबास वो दोनों मिलकर के पहली प्रथम यात्रा खत्म करके दूसरी प्रथम यात्रा पे जाते हैं, जो कि मकेदोनिया नाम के एक देश में था. ഫിലിപ്പി തുടങ്ങിയ വലിയ പട്ടണങ്ങൾ ആമേൻ കർത്താവിനെ അറിഞ്ഞ യൂറോപ്പിലേക്ക് സുവിശേഷം കടന്നു ചെന്ന യാത്രയായിരുന്നു രണ്ടാമത്തെ മിഷണറി യാത്ര. हम जानते हैं इसके बाद दूसरी यात्रा में पर पौलुस और बरनबास यूरोप में जा रहे थे परमेश्वर के सुसमाचार को बांटने के लिए. ശ്രദ്ധിക്കുക, അപ്പോൾ യെരൂശലേം ഉപദ്രവ നിമിത്തം ആമേ സുവിശേഷം കടന്നുപോയ വഴികളുടെ ചിത്രമാണ് നാം ശ്രദ്ധിക്കുന്നത്. ആമേ ഉപദ്രവമുണ്ടായി ചിതറിപ്പോയാൽ അവസാനിപ്പിക്കുന്ന പ്രസ്ഥാനമല്ല ഇത്. പിന്നെയോ ഹല്ലേലൂയ, ആമേ തീ പോലെ പടർന്നുകൊണ്ട് ദേശങ്ങളെ പിടിച്ചടക്കുന്നു. നാം ചിന്തിച്ചു, ശമരയിലേക്ക് സുവിശേഷം കടന്നു പോകുന്നു, അതിനുശേഷം ആഫ്രിക്കയിലേക്ക് സുവിശേഷം കടന്നു പോകുന്നു. പിന്നെ ആമേ അന്യജാതികളായ കൊർന്നല്യോസ് നിമിത്തമുണ്ടായ ആ ഉണർവ് നിമിത്തം ലോകത്തിൽ യെരൂശലേമിന്റെ ചുറ്റുവട്ടങ്ങളിലുള്ള നിരവധി ആമേൻ അന്യജാതികൾ ദൈവത്തെ അറിയുന്നു. ഇപ്പോൾ നാം ചിന്തിച്ചു, ഒന്നാമത്തെ മിഷണറി യാത്ര ഗലാത്യ ദേശങ്ങൾ കർത്താവിനെ അറിയുന്നു, പിന്നെ യൂറോപ്പും ദൈവത്തെ അറിയുകയാണ്. हम जानते हैं, मैं ये सब बात इसलिए कह रहा हूँ, इन सब के पीछे यही कारण है कि यरूशलेम में उपद्रव हुआ, और इन सब का कारण परमेश्वर के कलीसिया का बढ़ोतरी था. हम पहले देखते हैं कि वहां पे स्तिफनुस से बातें शुरू हुई, वहां से बढ़ते बढ़ते जब कलीसिया तितर बितर हुई और अन्ताकिया में आई, अन्ताकिया में आके परमेश्वर का बहुत ही बड़ा एक आत्मिक युद्ध हुआ, और वहां से पौलुस और बरनबास का एक प्रचार यात्रा शुरू होता. इसी तरह अन्य जातियों के बीच में परमेश्वर का वचन फैलने पाया. മൂന്നാമത്തെ യാത്രയിലേക്ക് അവർ യാത്ര ചെയ്യുന്നു. അവർ അഖായ പ്രദേശത്തേക്ക് കൊരിന്ത് തുടങ്ങിയ ഇടങ്ങളിലേക്ക് യാത്ര ചെയ്യുകയാണ്. हम जानते हैं कि जब उन्होंने तीसरी यात्रा शुरू की, तो उसमें अखाया नाम की जगहों में अन्य जातियों के बीच में जाकर के उन्होंने परमेश्वर का वचन को बांटा. പിന്നെ സുവിശേഷം ചെന്നിടത്തെല്ലാം പ്രസംഗത്തോട് ലോകത്തിൽ ആ കാലത്ത് ലോകത്തിന്റെ മിക്ക കോണുകളിലും സുവിശേഷം അറിയിപ്പാൻ തക്കുന്ന അഭിഷിക്തന്മാരെ അതെ നിർബന്ധത്തോടെ പറഞ്ഞ ചിത്രമാണ് വായിക്കുന്ന യെരൂശലേമിലെ ഉപദ്രവം ഉണ്ടായ വിഷയം. यरूशलेम के उपद्रव के बाद, हम इन सब बातों के बाद हम जानते हैं कि परमेश्वर का वो जो वचन था वो अन्य जातियों के बीच में बहुत ही सामर्थ्य रूप से अधिवेग से बढ़ता जा रहा था. അതുകൊണ്ട് ഇന്ന് രാവിലെ പ്രാർത്ഥിക്കേണ്ട വിഷയം ഇതാണ്. ഉപദ്രവ ഒരു ഭാഗത്തെല്ലാം ഉണ്ടാകുന്നു, ശരിയെങ്കിൽ കൂടെ സുവിശേഷകന്മാർ ശക്തരായി അവർ പുറകോട്ട് മാറാതെ ഈ കഷ്ടതയിലും ദൈവസഭ ശക്തമായ അനുഭവം ഉണ്ടാകണം. പ്രാർത്ഥിക്കാമോ? കർത്താവേ, ഈ ഞെരുക്കം സുവിശേഷത്തിന്റെ വർധനവിന് കാരണമായി തീരട്ടെ. मेरे वचन का निचोड़ यही है कि उपद्रव होने के बाद एक तरफ उपद्रव होता है तो दूसरी तरफ परमेश्वर कलीसिया की बढ़ोतरी भी होती है. आज के दिन बोलेंगे, अगर उपद्रव होता है तो परमेश्वर दूसरी तरफ हमारी कलीसिया का बढ़ोतरी भी होना चाहिए. മത്തായി സുവിശേഷം 10-ാം അധ്യായത്തിൽ 21-ാം വാക്യത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്. मत्ती उसके 10वें अध्याय के 23वें वचन में कुछ ऐसा पद लिखा हुआ है. നിങ്ങൾ ഒരു പട്ടണത്തിൽ ഉപദ്രവിച്ചാൽ ആ പട്ടണം ഉപേക്ഷിച്ച് മറ്റൊരു പട്ടണത്തിലേക്ക് യാത്ര ചെയ്യണം. अब वहाँ ऐसा लिखा है कि तुम्हें अगर एक जगह में उपद्रव किया जाए तो उसके छोड़ करके दूसरी जगह में जाओ. സുവിശേഷ നിമിത്തം യാത്ര ചെയ്ത അപ്പോസ്തലന്മാർ
सुसमाचार को लेकर के यात्रा करने वाले प्रेरित लोग ഉപദ്രവ നിമിത്തം ഗ്രാമങ്ങളിൽ നിന്ന് ഗ്രാമത്തിലേക്ക് മാറി താമസിക്കുന്നു. वो गांव से दूसरे गांव में अपना अपने तंबुओं को चलाते थे। ആമേ അവരുടെ ഗ്രൂപ്പ് ഒരു പട്ടണത്തിൽ നിന്ന് വേറെ പട്ടണത്തിലേക്ക് ദീർഘദൂരം യാത്ര ചെയ്യുന്നു. उनका जो साथ में झुंड था वो एक जगह से दूसरी जगह में बदलते रहते थे। യെരൂശലേമിൽ ഉപദ്രവം നേരിടുന്നവർ അന്ത്യോക്യയിലേക്ക് മാറുകയാണ്. यरूशलेम से वो जब वहां पे तितर बितर होकर अंताकिया में पहुंचते हैं 300 മൈലോളം യാത്ര ചെയ്ത് അവർ ചിലയിടത്തെല്ലാം സുവിശേഷത്തിന്റെ വക്താക്കളായിട്ട് ലോകത്തെ സുവിശേഷം അറിയിച്ചുകൊണ്ട് അവർ യാത്ര ചെയ്തു. 300 मील दूर वो पर यात्रा कर करके परमेश्वर के वचन को जहां जहां जा रहे थे वो बांट रहे थे। ആമേ ലോകത്തിന്റെ സകല കോണുകളിലും സുവിശേഷം അറിയിപ്പാൻ കാരണമായത് ആമേ 1-ാം നൂറ്റാണ്ട് ദൈവസഭയ്ക്ക് നേരിട്ട ഉപദ്രവമാണെങ്കിൽ ഇന്ന് രാവിലെ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ കർത്താവേ ഈ കഷ്ടത ദൈവസഭയുടെ അവസാനമല്ല പിന്നെയോ ആമേ അതിവേഗത്തിൽ സുവിശേഷത്തിന്റെ ശക്തി നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ വ്യാപരിപ്പാൻ കാരണമായി തീരും. കാരണം ആമേ ചരിത്രം ഇതാണ്, എവിടെയെല്ലാം ഉപദ്രവം ഉണ്ടായിട്ടുണ്ടോ അവിടെയെല്ലാം ദൈവസഭ വളർന്ന ചരിത്രമേ നാം വായിക്കുന്നുള്ളൂ. अगर परमेश्वर के जो सुसमाचार को निजात के पीछे बांटने के पीछे यही एक कारण था कि यरूशलेम में वहां उपद्रव हुआ, तो वहां ऐसा है तो आज के दिन हम कहेंगे अगर उपद्रव हमारे बीच में होता है तो उसके बाद परमेश्वर का वचन अधिवेग से निजातों के बीच में आज के दिन फैल नहीं पाए। ആമേ ശ്രദ്ധിക്കുക, അവിടെയെല്ലാം ജനം ഒരുമിച്ച് കൂടി പ്രാർത്ഥിപ്പാൻ ആരംഭിച്ചു. ध्यान दीजिएगा, वहां अंताक्या में परमेश्वर के लोग मिलकर के उपवास और प्रार्थना कर रहे थे। ആമേ അവർ ദീർഘസമയം ഉപവസിച്ച ദൈവസന്നിധിയിൽ ആമേ ദൈവത്തിന്റെ ആത്മാവിന്റെ ശബ്ദത്തിന് വേണ്ടി കാത്തിരുന്നു. वो अधिकतर अपना समय परमेश्वर के वचन को सुनने के लिए ताकते रहते थे। ഉപവസിച്ച പ്രാർത്ഥന മധ്യ ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നു, എനിക്ക് വേണ്ടി ആളുകളെ വീണ്ടും വേർതിരിപ്പീൻ. प्रार्थना उपवास के बीच में उनको परमेश्वर की ये बुलाहट सुनाई दी कि मेरे लिए लोगों को अलग करो। ആമേ നമുക്കറിയാം ഉപവസിച്ച പ്രാർത്ഥിച്ച അഭിഷിക്തന്മാരുടെ മേൽ ദൈവത്തിന്റെ ശക്തി വ്യാപരിച്ചപ്പോൾ അവർ ആമേ ശൗലിനെയും ബർന്നബാസിനെയും കൈവച്ച് അനുഗ്രഹിച്ച് വേർതിരിച്ചു എന്ന് വായിക്കുന്നു. उपवास और प्रार्थना के बीच जब प्रेरितों के ऊपर जब परमेश्वर का आत्मा उंडेला गया, परमेश्वर का आत्मा ने उनसे जब बात की तो उन्होंने बाद में जाकर पौलुस और बरनबास को उन पर हाथ रखे उन्हें विदा किया। ആമേ യെരൂശലേമിന്റെ കഷ്ടത നിമിത്തം അവർ അന്ത്യോക്യയിൽ ഉപവസിച്ചപ്പോൾ അന്ത്യോക്യയെ ആ സമയത്തെ ആമേ സുവിശേഷത്തിന്റെ ഒരു പവർ ഹൗസ് ആയി മാറ്റുകയാണ്. हम जानते हैं इसके बाद जब उसी समय से अंताक्या जो जगह था वो परमेश्वर कलीसिया का एक पावर हाउस के नाम से जहां हम लोग कह सकते हैं उसे। അവർ ആത്മാവിൽ ദൈവത്തെ അവിടെ ആരാധിപ്പാൻ വേണ്ടി ഒരുമിച്ച് കൂടി. वहाँ आत्मा में लोग परमेश्वर की आराधना करने के लिए मिलकर आते थे। ആമേ പരിശുദ്ധാത്മാവോട് സംസാരിക്കുന്നു. पवित्र आत्मा उनसे बात करता था। കൃത്യമായ ദൈവിക ശബ്ദം ക്ലാരിറ്റിയോടെ സ്പഷ്ടതയോടെ കേൾക്കുകയാണ്, എനിക്ക് വേണ്ടി ഇന്ന വ്യക്തികളെ വേർതിരിക്കണം. स्पष्ट रूप से परमेश्वर की आवाज सुनते थे कि मुझे मेरे लिए इन लोग को अलग करो। ശ്രദ്ധിക്കണമേ, ഹല്ലേലൂയ. ഒരു ജെറുസലേം നഷ്ടമാകുന്ന സുവിശേഷം നാം ഭാരപ്പെടേണ്ട, നമുക്ക് വേണ്ടി അന്ത്യോക്യ ദൈവം ഒരുക്കുകയാണ്. मैं एक बात कहना चाहूंगा, यरूशलेम अगर हमारे लिए टूट जाए तो हम डरे मत, अंताक्या की जगह हमारे लिए। യെരൂശലേമിൽ ഇത്ര വലിയ ഉപദ്രവം ഉണ്ടായല്ലോ, നാം ചിതറിപ്പോകും, നമുക്ക് ആരാണ് ഇനി ഉള്ളത്, എവിടെ നാം കൂടും? ആമേ നമുക്ക് ലീഡർ ഇല്ല, നമുക്ക് ആമേ ശക്തമായ ഒരു സംഘടനയില്ല, എന്തെല്ലാം ഭാരങ്ങളാ. പക്ഷേ ദൈവത്തിന്റെ പദ്ധതിയിൽ മറഞ്ഞു കിടക്കുന്ന അന്ത്യോക്യകൾ വെളിപ്പെട്ട് വേണമെങ്കിൽ ആമേ പലപ്പോഴും ദൈവിക പദ്ധതിക്ക് വേണ്ടി ഒരുങ്ങേണ്ട ആവശ്യമാണ്. अगर हमारे लिए हमारा जगह टूट गया, हम संगति कहाँ रखेंगे? हमारा लीडर कौन है, हमारा योद्धा कौन है, हमारे साथी कौन है? अगर ऐसा विचार हमारे दिमाग में चलता है तो परमेश्वर का इच्छा यही है कि अंताक्या से छिपी हुई जगह अगर उठना है तो उसके पीछे हमें परमेश्वर की बुलाहट को जानना होगा। യെരൂശലേമിലും അധികം ദൈവശക്തിയോടെ ഒരുമിച്ച് കൂടുന്ന, യെരൂശലേമിലും ആമേൻ ബലവും ശക്തിയും പ്രാപിക്കുന്ന ഒരു ഗ്രൂപ്പ് ആളുകൾ ദൈവം അന്ത്യോക്യയിൽ ഒരുക്കുന്നു. ഇന്ന് രാവിലെ ആത്മാവിൽ പറയാമോ, ഹല്ലേലൂയ, ഒരു യെരൂശലേം നഷ്ടപ്പെട്ടാലും ഒരു യെരൂശലേമിനകത്ത് പീഡയുണ്ടായാൽ നാം ഭാരപ്പെടേണ്ട. നമുക്ക് ആമേ അതിലും അധികമായി ദൈവശക്തി പ്രാപിക്കുന്ന, അതിലധികമായി ആമേ ആത്മീക ആമേൻ സന്തോഷം പകരുന്ന മറ്റൊരു അന്ത്യോക്യ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ട് ദൈവത്തിന്റെ മക്കളെ, ഹല്ലേലൂയ, ആമേ കഷ്ടത ദൈവസഭയുടെ അവസാനമല്ല, ഈ ദൈവസഭയെ തകർക്കുവാൻ ആർക്ക് കഴിയും? आज के दिन अगर हमें ऐसा लगता है कि यरूशलेम में अगर उपद्रव हुआ है, यरूशलेम में अगर आतंक हुआ है, वहां पे उपद्रव बढ़ता जा रहा है, तो वहां पे परमेश्वर कलीसिया का इतिहास का अंत नहीं है, बल्कि परमेश्वर अंताक्या से छिपी हुई जगह में परमेश्वर अपना दुगना कार्य करने वाला है। परमेश्वर का आत्मा अधिवेग से अन्य जातियों के बीच में उंडेले जाने वाला है। ഇതുവരെ പുറത്തേക്ക് വരാതിരുന്ന ശൗലും ബർന്നബാസിനെയും ഒരു ആത്മീക യുദ്ധത്തിന്റെ പോരാളികളെ പോലെ ആ സഭയിൽ നിന്ന് ദൈവത്തിന്റെ ആത്മാവ് പുറത്തേക്ക് ഇറങ്ങുന്ന ചിത്രമാണ് 13-ാം അധ്യായത്തിൽ നാം വായിച്ചത്. परमेश्वर कलीसिया जब ये उपद्रव
हुआ तो इसके बाद जितने भी परमेश्वर के प्रेरित, परमेश्वर के दास जो कलीसिया में छिपे हुए थे, उन सबको बाहर निकालने के कारण, इन सबका एक ही कारण है कि परमेश्वर की कलीसिया में उपद्रव हुआ था। ചോദിക്കാം, യെരൂശലേമിലെ സഭയെ ഈ ഉപദ്രവം നിനക്ക് നഷ്ടമായിരുന്നു, ലാഭമായിരുന്നു? यरूशलेम कलीसिया से अगर हम पूछें कि ये है यरूशलेम कलीसिया, तुम्हारे लिए ये उपद्रव लाभ के लिए था कि तुम्हारी बुराई का कारण था? കുറിച്ച് കഷ്ടവും നഷ്ടമൊക്കെ സഹിക്കേണ്ടി വന്നു. പക്ഷേ ദൈവസഭ അതിവേഗത്തിൽ ആളിപ്പടർന്ന ചരിത്രത്തിന്റെ സാക്ഷ്യമാണ് യെരൂശലേം സഭയിലെ പ്രിയപ്പെട്ടവർ നമ്മോട് സംസാരിക്കുന്നത്. अगर उनका उत्तर यही होगा कि भले थोड़ा बहुत कष्ट झेलना पड़ा हमें, पर परमेश्वर का वचन अधिवेग से निजात के बीच में उंडेला गया। മറഞ്ഞു കിടന്ന പല ശൗലുമാരും ബർന്നബാസുമാരും പുറത്തേക്ക് വരണമെങ്കിൽ പലപ്പോഴും ചില പ്രയാസങ്ങൾ നേടുന്നത് നല്ലതാണെന്ന് കൂടെ നിരാവധി നാം മനസ്സിലാക്കണം. भीड़ के बीच में दबे हुए शाऊल और बरनबास जैसे लोग को अगर बाहर निकलना है, अगर उसके लिए उपद्रव भी आ जाए तो उसके लिए बड़ी बात नहीं है। इन बातों को आज हम समझेंगे। ഈ കഷ്ടതയാണ് ജനത്തെ കൂട്ടായ്മയിലേക്കും പ്രാർത്ഥനയിലേക്കും ഉപവാസത്തിലേക്കും നയിക്കുന്നത്. परमेश्वर के लोगों के बीच में जब उन्नति होती है, परमेश्वर के लोगों में जब प्रार्थना उपवास होता है, इन सबके पीछे एक ही कारण है कि वहां पे उपद्रव होता है। എവിടെ ഉപവാസവും പ്രാർത്ഥനയും കൂട്ടായ്മയും ഉണ്ട്, അവിടെയാണ് ബർന്നബാസും ശൗലും എല്ലാം വെളിപ്പെട്ട് വരുന്നത്. और जहाँ जहाँ उपवास और प्रार्थना होता है, उसी जगह में पौलुस और बरनबास जैसे लोग उठ खड़े होते हैं। നിശ്ചയമായും ഈ കഷ്ടതയിൽ നാം പുറകോട്ട് മാറാതെ ധൈര്യമായി നിൽക്കാം. ചില അത്ഭുതങ്ങൾ നാം കാണുവാൻ പോകുന്നു. निश्चित रूप से इन सब उपद्रव को देख करके हम पीछे न हटे, इन सबका सामना आत्मा में युद्ध करके करें। നിശ്ചയമായും വലിയൊരു ആത്മീയ ഉണർവിനെ കണ്ടുകൊണ്ട് അവരെ പറയാമോ, കർത്താവേ, ഈ ഞെരുക്കത്തിനായി സ്തോത്രം. ഈ കഷ്ടതയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ചില അത്ഭുതങ്ങളെ ഞാൻ വിശ്വാസ കണ്ണുകാൽ കാണുകയാണ്. आज के दिन परमेश्वर तेरा धन्यवाद हो इस उपद्रव के लिए, इस विरोध के लिए। मैं अपनी आत्मिक आंखों से देखता हूँ कि इसके बाद परमेश्वर का वचन अधिवेग से बढ़ रहा है। ഉയർപ്പിന്റെ പുനരുദ്ധാരത്തെ ശക്തി പ്രാപിച്ച ദൈവസഭയ്ക്ക് എങ്ങനെ അടങ്ങിയിരിക്കാൻ കഴിയും? ഒരു യെരൂശലേം നഷ്ടപ്പെട്ടാൽ നാം ശുശ്രൂഷ നിർത്തി അവസാനിപ്പിച്ച് പുറകോട്ട് മാറുകയില്ല, പിന്നെയോ അതിലധികം ശക്തിയോടെ മുമ്പോട്ട് പോകുന്ന മറ്റൊരു അന്ത്യോക്യയ്ക്ക് വേണ്ടി നാം കാത്തിരിക്കുന്നു. पुनरुत्थान की सामर्थ्य पर हम लोग शांत कैसे रह सकते हैं? अगर अन्ताकिया जैसी जगह, अगर यरूशलेम जैसी जगह अगर हमारे लिए बंद हो गई, तो अन्ताकिया जैसी जगह परमेश्वर मालिक खोल के रखा है। അവിടെ നിന്ന് വലിയ ആത്മീയ ഉണർവുണ്ടായിട്ട് മുഴു ലോകത്തെയും കരങ്ങളിൽ സുവിശേഷത്തിന്റെ അതേ ശക്തിയോടെ നിറയ്ക്കുന്ന ദൈവത്തിന്റെ വലിയ ആത്മിക സ്ഫോടനമായി ആ കൂട്ടായ്മകൾ മാറുകയാണ്. अन्ताकिया इस जगह में ऐसा संगति होती है, ऐसी प्रार्थना सभाएं होती है जहाँ की अन्य जाति के बीच में परमेश्वर का वचन अविवेक से बढ़ते गया। ലോകത്തിലെ ഏറ്റവും ഒരു വലിയ ആത്മിക പ്രസ്ഥാനമായ മെത്തഡിസ്റ്റ് സഭയുടെ സ്ഥാപകനായ ജോൺ വെസ്ലിയുടെ ചരിത്രം ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ വായിച്ച് പഠിച്ചപ്പോൾ തന്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നു. വളരെ ശ്രദ്ധയോടെ കേൾക്കണമേ. परमेश्वर यहाँ आज के दिनों में परमेश्वर की कलीसिया को बहुत ही अधिवेग से बांटने वाले मेथोडिस्ट सभा के बारे में अगर जब हम पढ़ते हैं, तो मैं ऐसे पिछले कुछ दिनों में पढ़ रहा था कि उनके जो संस्थापक थे, उनके जो शुरुआती जिन्होंने इस संस्था को बनाया था, उनका नाम जॉन वेस्ली था। ജോൺ വെസ്ലിയുടെ ചരിത്രത്തിൽ ജീവിതത്തിൽ ഒരു വലിയ സംഭവം ഇങ്ങനെ നാം വായിക്കുന്നുണ്ട്. जॉन वेस्ली के जीवन में एक बहुत ही ऐसी घटना को हम देखते हैं। സുവിശേഷ വേലയ്ക്ക് വേണ്ടി പൂർണ്ണമായി സമർപ്പിച്ച ഒരു യുവാവായിരുന്നു ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ജോൺ വെസ്ലി. जॉन वेस्ली जो थे वो परमेश्वर की सेविकाई के लिए अपने जीवन को समर्पित कर चुके थे। തന്റെ വേദപുസ്തക പഠനത്തിന് ശേഷം താൻ മിനിസ്ട്രിക്ക് വേണ്ടി ചില നാളുകളിലേക്ക് അമേരിക്കയിലേക്ക് യാത്രയായി. वो परमेश्वर के वचन को अपने सेवकाई को आगे बढ़ाने के लिए अमेरिका जैसी जगहों में जाकर, अमेरिका में जाकर के कुछ समय के लिए वहां रहे। വളരെ ഉത്സാഹത്തോടെയാണ് ആ യുവാവ് സുവിശേഷ വേലയ്ക്ക് വേണ്ടി യാത്രയായത്. बहुत ही उत्साह के साथ वो अपनी सेवकाई में उतरे थे। അവിടെ ഉണ്ടായ ചില പ്രത്യേക സംഭവ വികാസങ്ങൾ തന്റെ ശുശ്രൂഷയുടെ അധ്യായങ്ങളെ തകർത്ത് വളരെ നിരാശനായി, അയ്യോ ഞാൻ എങ്ങനെ ശുശ്രൂഷ ചെയ്യുമെന്ന് ഓർത്ത് നിരാശയോടെ താൻ വീണ്ടും ഇംഗ്ലണ്ടിലേക്ക് മടങ്ങിയെന്ന് വായിക്കുന്നു. वहां कुछ ऐसी बातें हुई जहां उनको अपने सेविकाई को ऐसा लगा कि मैं यहाँ पे क्यों आ गया। उनको वहां पे बहुत दुख झेलना पड़ा। उसके बाद वो कुछ समय बाद अपने देश इंग्लैंड वापस आ जाते हैं। വലിയൊരു ആത്മിക പ്രസ്ഥാനത്തിന്റെ ആരംഭകനായി മാറേണ്ടിയിരുന്ന ഏകദേശം 2,50,000 കിലോമീറ്ററോളം യാത്ര ചെയ്ത് 4,000-ലധികം പ്രസംഗങ്ങൾ നടത്തിയ ദേവദാസനായിരുന്നു ജോൺ വെസ്ലി. जॉन वेस्ली के बारे में अगर हम जाने तो बहुत ही दूर से परमेश्वर की बहुत ही बड़ी संस्था को बनाने वाला एक कारण था। परमेश्वर का दास 2.5 लाख किलोमीटर दूर चलकर वहां पे आकर के परमेश्वर के 6,000 किलोमीटर 6,000 लोगों को परमेश्वर के संदेश 6,000 संदेश परमेश्वर के नाम का देने पाया। वो ഇത്ര വലിയ ശുശ്രൂഷ ചെയ്യേണ്ട ദേവദാസന് ഇപ്പോൾ നാം വായിക്കുന്നു താൻ വലിയ നിരാശയോടെ സ്വന്തം നാട്ടിലേക്ക് മടങ്ങിയ ചിത്രമാണ് തന്റെ അനുഭവത്തിൽ നാം മനസ്സിലാക്കുന്നത്. इतने सामर्थ्य प्रभु के दास को हम देखते हैं यहाँ पे कि थोड़े बहुत दुख झेलने के बाद वो अपने देश वापस जा रहे हैं। താൻ പ്രാർത്ഥനയോടെ ചില ദിവസങ്ങളായിരുന്നു.
वो कुछ समय प्रार्थना में बैठे रहे। തനിക്ക് ഒരു വലിയ ദർശനമുണ്ട്, പക്ഷെ അതിന് സ്റ്റെപ്പ് വെക്കാൻ കഴിയാതെ താൻ നിരാശനായി നിൽക്കുകയാ. उनको कुछ दर्शन मिला है पर वो अपना कदम बढ़ाने के लिए हिचकिचा रहे थे। എന്നാൽ ഒരു ദിവസം വൈകുന്നേരം ഒരു ചെറിയൊരു സഭയിൽ താൻ അറ്റൻഡ് ചെയ്യുന്നു, ഒരു ചെറിയൊരു മീറ്റിംഗിൽ. वो एक दिन वो एक शाम को छोटी सी कलीसिया में वो सम्मिलित हुए। അവിടെ ഒരു പ്രസംഗ സമയത്ത് ഒരു സഹോദരൻ എഴുന്നേറ്റ് നിന്ന് മാർട്ടിൻ ലൂഥർ എഴുതിയ റോമാലേഖനത്തിന്റെ ആമുഖം വായിപ്പാനിടയായി. वहां पे एक भाई उठ करके मार्टिन लूथर के जो लिखी हुई रोमियो की पत्री में उसका एक पद पढ़ने लगे। ആ സമയത്ത് ഒരു വലിയ ദൈവിക ശക്തി ആ ജോൺ വെസ്ലിയുടെ മേൽ വ്യാപരിക്കുന്നു. उस समय परमेश्वर का बहुत ही बड़ा सामर्थ जॉन वेस्ली के ऊपर उंडेला गया था। വിശ്വാസത്താലുള്ള നീതീകരണം എന്ന വലിയ വിഷയത്തെ, വിശ്വാസ ധാർമ്മികത മനസ്സിലാക്കി കർത്താവ് തന്റെ പാപത്തെ ക്ഷമിച്ചു, ആമേൻ, താൻ സ്വതന്ത്രനാണെന്നുള്ള വലിയ ദർശനം പ്രാപിച്ച ജോൺ വെസ്ലി അവിടെ നിന്ന് ചാടി എഴുന്നേൽക്കുകയാ. विश्वास के द्वारा धार्मिकता मिली हुई एक उनका विषय उनके दिमाग में जैसे दौड़ा और वो ये सुन करके उसी जगह में बहुत ही आनंद से वो उठ खड़े हुए। ആ സ്ഥലത്തെ കുറിച്ച് ആ സമയത്ത് തന്നെ പറയുന്നത് ആൾഡേഴ്സ് ഗേറ്റ് എക്സ്പീരിയൻസ് എന്നാണ് ആ സമയത്തെ കുറിച്ച് താൻ പറയുന്നത്. ആൾഡേഴ്സ് ഗേറ്റ് എക്സ്പീരിയൻസ്. उस समय को, उस दौर को वो आल्डेस गेट एक्सपीरियंस को वो कहते हैं। അവിടെ വെച്ച് താൻ ഒരു വലിയ ആത്മനിർഭർ പ്രാപിച്ചിട്ട് അഭിഷേകത്തിന് ശക്തിയോടെ തന്നെ പുറത്തേക്ക് ഇറങ്ങുകയാ. उस दिन के बाद वो बहुत ही सामर्थ्य रूप से परमेश्वर की सेवकाई के लिए फिर से निकलते हैं। തകർന്നുപോയി തീർന്നുപോയി എന്ന് വിചാരിച്ച ഇടത്ത് നിന്ന് ആമേൻ ദൈവത്താൽ ആ പ്രാർത്ഥനയോടെ കൂടി വന്ന പ്രത്യേക സമയത്തുണ്ടായ വലിയ ദൈവിക അനുഭവമാണ് ആമേൻ ജോൺ വെസ്ലി എന്ന വലിയ ദൈവിക മനുഷ്യനെ ആമേൻ ലോകത്തേക്ക് ഇറങ്ങുവാൻ പ്രേരിപ്പിച്ചത്. टूट गया था अपने जीवन में, सेवकाई को छोड़ के वापस आ गया था, पर ऐसे मौके पे वो फिर से परमेश्वर की सेवकाई को लेकर आगे बढ़ने वाला एक दास था, प्रभु का दास जॉन वेस्ली। നമ്മുടെ എല്ലാ ജീവിതം ഇതുപോലെ എത്രയോ ആൾഡേഴ്സ് ഗേറ്റ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. പ്രാർത്ഥനാ സമയത്ത്, ഉപവാസ പ്രാർത്ഥന സമയത്ത്, വേദപുസ്തകം വായിച്ചപ്പോൾ, പ്രസംഗ സമയത്ത്, പ്രാർത്ഥനാ സമയത്ത്, ചിലപ്പോൾ ദർശനം കണ്ടപ്പോഴെല്ലാം നാം എല്ലാം ക്ഷീണിച്ചിരുന്ന സമയത്ത് നാം ഉണർത്തുവാൻ വേണ്ടി ദൈവം ചെയ്ത ഒരുപാട് എക്സ്പീരിയൻസുകൾ. कितनी बार अपने जीवन में झांक के देखे कि कितनी बार हमें ऐसा एक अनुभव हुआ है आल्डर्स गेट एक्सपीरियंस जैसे कि हमें परमेश्वर ने अपने बुलाहट को बताया, परमेश्वर का संदेश हमारे, परमेश्वर का आत्मा हम पर उतरा, पर हमको ऊर्जा देने के लिए, हमको बढ़ाने के लिए हमने अपना कदम नहीं रखा। പലപ്പോഴും നാം നിരാശരായി മടങ്ങിയപ്പോൾ എന്റെ യാത്രയുടെ അവസാനം നിരാശയോടെ മടങ്ങി വരേണ്ടി വന്നല്ലോ എന്നോർത്ത് ഭാരപ്പെട്ടിരുന്ന ജോൺ വെസ്ലിയെ ആ പ്രത്യേക അനുഭവത്തിലൂടെ കടന്നുപോയ തന്റെ ജീവിതത്തിൽ ദൈവമൊരുക്കിയ വലിയ ആത്മിക മാറ്റം, ലോകത്തെ പിടിച്ചു കുലുക്കിയ ഒരു വലിയ അഭിഷിക്തനായിട്ട് എഴുന്നേൽപ്പിച്ചെങ്കിൽ നാം ചിന്ത ജെറുസലേമിലെ ഈ അല്പം ചില ഞെരുക്കം ലോകത്തിലെ സുവിശേഷത്തിന്റെ വർധന കാരണമാക്കി രാവിലെ ആത്മാവിൽ പറയാമോ, ഈ കഷ്ടതയും ഞെരുക്കവും ഒന്നും എന്റെ ജീവിതത്തിന്റെ അവസാനം, എന്റെ ശുശ്രൂഷ അവസാനമെന്നയോ വലിയ കൊടുങ്കാറ്റ് പോലെ മടങ്ങി വരുവാനായി ദൈവത്തിന്റെ പദ്ധതി ഉണ്ടെങ്കിൽ നമ്മെ ആർക്ക് അടക്കി വെക്കുവാൻ കഴിയും? ഒരു ജെറുസലേമിനെ അടപ്പാൻ ശ്രമിച്ചാൽ നമുക്ക് വേണ്ടി അന്ത്യോക്കി എന്ന വലിയൊരു ഉണർവിന്റെ സ്ഥലം ദൈവം ഒരുക്കിയിട്ട് അവിടെ നിന്ന് ശൗലിനെയും ബർന്നബാസിനെയും പുറത്തു കൊണ്ടുവന്ന് ലോകത്തിന്റെ സുവിശേഷത്തിന്റെ വലിയൊരു വാതിൽ തുറക്കുവാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെന്ന് ഇന്ന് രാവിലെ നാം മനസ്സിലാക്കണം. जॉन वेस्ली के जीवन में अगर इतनी बड़ी कठिनाई के बाद अगर सेविकाई में वो वापस निकलता है, इतना दुख झेलने के बाद अगर वो अपने कलीसिया में सेवकाई में वापस निकलता है, तो इन सब के पीछे मैं ये कहना चाहूंगा, यरूशलेम कलीसिया में जब उपद्रव हुआ था, परमेश्वर कलीसिया जब तितर बितर हो गई थी, तो अंताकिया जिस जगह में परमेश्वर का बहुत ही बड़ा उद्धार हुआ था, परमेश्वर का आत्मा उंडेला गया था, वहां से परमेश्वर का वचन अधिवेग से अन्य जातों के बीच में उंडेला गया था। ശ്രദ്ധിക്കണമേ, അതുകൊണ്ട് ഈ ജെറുസലേമിലെ കഷ്ടം നമ്മൾ ഒതുക്കുവാൻ പര്യാപ്തമല്ല. इसका कारण इसके पीछे यही है कि यरूशलेम की उपद्रव हमें रोक नहीं सकते। ചിതറിപ്പോയവർ സുവിശേഷം പ്രസംഗത്തോടെ യാത്ര ചെയ്യും. तितर बितर हुए लोग परमेश्वर का वचन को और अधिवेग से നിശ്ചയമായും നാം അന്ത്യോക്യയിൽ എത്തിച്ചേരും. निश्चित रूप से हम अंताकिया ऐसी जगह में फिर से इकट्ठे അവിടെ നിന്ന് ശൗലും ബർന്നബാസും പുറത്തേക്ക് വരും. वहां से शाऊल और बरनबास जैसे लोग उठ खड़े होंगे। ഇന്ന് രാവിലെ നമ്മുടെ ഭാരവും പ്രയാസവും എല്ലാം മാറട്ടെ. आज के दिन हमारा सारा डर भागने पाए। ഏതെല്ലാം സഭകൾ അടക്കേണ്ടി വന്നാലും, എവിടെ നിന്നെല്ലാം നിരാശ അനുഭവിക്കേണ്ടി വന്നാലും, നിശ്ചയമായും ഒരു വലിയ കൊടുങ്കാറ്റായി ദൈവസഭ ലോകത്തിൽ ആളി പടർന്നുകൊണ്ടിരിക്കുന്നു. चाहे जितनी बड़ा उपद्रव हो जाए, परमेश्वर कलीसिया बंद भी हो जाए, पर हमारा अंदर से जो आत्मिक एक तूफान आएगा, परमेश्वर का वचन अधिवेग से बढ़ने पाएगा। ധൈര്യത്തോടെ പറയാം, നിശ്ചയമായും ദൈവസഭ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നു. आत्मा में ये बातें कहें कि परमेश्वर का आत्मा, परमेश्वर का वचन अधिवेग से परमेश्वर अन्य जातियों के बीच में उंडेलेगा। യെരൂശലേമിലെ ഞെരുക്കം അനേകർ സുവിശേഷം അറിയുവാൻ കാരണമായി തീർന്നെങ്കിൽ ഈ നാളുകളിലെ കഷ്ടത നമ്മുടെ നോർത്ത് ഇന്ത്യയിലെ, പ്രത്യേകിച്ച് നാം ആയിരിക്കുന്ന ഭാരതത്തിന്റെ സകല കോണുകളിലും
സുവിശേഷം അറിയിപ്പാൻ കാരണമായി തീരട്ടെ. अगर यरूशलेम का उपद्रव बाद में जाकर अन्य जातियों के बीच में सुसमाचार का कारण बना है, तो आज के दिन हमारे भारत देश में जितने भी उपद्रव होते हैं वो भारत देश में बहुत ही बड़ा उद्धार का कारण बनने पाए। ഒരു ഗ്രാമത്തിൽ സുവിശേഷം വാതടഞ്ഞാൽ നമ്മൾ അടുത്ത 4 ഗ്രാമത്തിലേക്ക് ഓടിപ്പോകും. अगर एक गांव में अगर एक जगह अगर कलीसिया बंद हुई है तो उसके आने वाले 4 गांवों में जाकर परमेश्वर का सुसमाचार बंटने पाए। ആമേൻ. നാം എവിടെയെല്ലാം പോകുന്നു അവിടെയെല്ലാം സുവിശേഷം അറിയിച്ചുകൊണ്ട് യാത്ര ചെയ്യൂ. हम जहाँ जहाँ जा रहे हैं परमेश्वर के सुसमाचार को बांटते रहे। സുവിശേഷത്തിന്റെ ശക്തരായ വക്താക്കളെ മാറുന്ന ദൈവം രാവിലെ വീണ്ടും നമ്മളെ പ്രബോധിപ്പിക്കുന്നു. परमेश्वर के सुसमाचार का एक उद्धारक बन के, परमेश्वर का रक्षक बन करके वचन का हम आगे बढ़ेंगे आज के दिनों में। ആമേൻ. എല്ലാ ഭയവും ഭാരവും എല്ലാം മാറിപ്പോകട്ടെ. आज के दिन हमारा सारा डर भागने पाए। ആമേൻ. നമ്മുടെ ദേശത്ത് നാം പിടിച്ചടക്കും. हमारे देश का हम वापस जिंदा करेंगे। നാം ആയിരിക്കുന്ന ആമേൻ നോർത്ത് ഇന്ത്യ അതുപോലെ മറ്റു പല സ്ഥലങ്ങളിൽ എവിടെയെല്ലാം ആയിരിക്കും അവിടെയെല്ലാം സുവിശേഷത്തിന്റെ ശക്തരായ വക്താക്കളായി മാറും. हम जहाँ जहाँ आज के दिनों उपस्थित हैं, जहाँ जहाँ भारत देश में जिस भी कोने में है वहाँ परमेश्वर के सुसमाचार को बांटने ഞങ്ങൾക്ക് पाए। പരസ്യമായി പുറത്തിറങ്ങാൻ അനുവാദമില്ല എങ്കിലും നിശ്ചയമായും ദൈവസഭ ആമേൻ ഗ്രാമങ്ങളിൽ പ്രാർത്ഥനയോടെ ആയിരിക്കുന്നു. ഈ ദിവസങ്ങൾ ദൈവസഭ വളർന്നുകൊണ്ടിരിക്കുകയാണ്. हम व्यक्तिगत रूप से भले हम बाहर ना निकल पाए अपने घर से, पर अपने आत्मा में प्रार्थना करके परमेश्वर कलीसिया आज के दिनों में बढ़ता जा रहा है। വലിയ ഉണർവിന് വേണ്ടി ഭാരതം കാത്തിരിക്കുന്നു. भारत हमारे लिए इंतजार कर रहा है। ആമേൻ. നിശ്ചയമായി ഉണർവ് അതിവേഗം സംഭവിക്കും. वो जो उद्धार होगा बहुत जल्द होने वाला है। ശൗലും ബർന്നബാസ് പോലെയുള്ള അനേക പുതിയ തലമുറകൾ ദൈവനാമത്തിന് വേണ്ടി എഴുന്നേൽക്കും. शाऊल और बरनबास से कई सारे नई युवा पीढ़ी उठने वाली है। ആമേൻ. സകല ഗ്രാമങ്ങളും ദൈവത്തെ അറിയും. सारे गांव परमेश्वर के नाम को जानेगी। ഇന്ന് രാവിലെ ആത്മാവിൽ ആമേൻ ആ വിഷയം പ്രവചിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് രാവിലെ ആയിരിക്കാം. നിശ്ചയമായും നമ്മുടെ ഗ്രാമങ്ങൾ ദൈവത്തെ അറിയും. आज के दिन एक भविष्यवाणी के तौर पर हम मिलकर कह सकते हैं कि हमारा गांव, हर गांव भारत देश का परमेश्वर के नाम को पहचानेगा। അവസാന ഭാരതീയനും കർത്താവിനെ അറിയും. भारत आखिरी भारतीय भी परमेश्वर के नाम को पहचानेगा। ആമേൻ. കാരണം അതിന്റെ ചലനം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. क्योंकि इसका कारण यह है कि परमेश्वर का आत्मा हमारे बीच में चल रहा പല है। യെരൂശലേമിലുകളിലും ആമേൻ ഉപദ്രവം ആരംഭിച്ചുകൊണ്ടിരിക്കുന്നു. ऐसे कई सारी यरूशलेम है जहाँ पे उपद्रव भी हो रहा है। ആമേൻ. ജനം യാത്ര ചെയ്യാൻ ആരംഭിച്ചു. परमेश्वर की जो कलीसिया है वो धीरे धीरे चलना शुरू कर ആമേൻ. दी है। ശ്രദ്ധിക്കണമേ, അനേക ശമരികൾ അപ്പോസ്തലന്മാർ എത്തിക്കഴിഞ്ഞു. कई सारे प्रेरित हैं जो सामरिया में पहुंच भी गए हैं। അന്ത്യോഖ്യയിൽ ചില ചലനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. अंताकिया में कई सारे नए आश्चर्यकर्म होना शुरू ആമേൻ. हो गए ചിലർ हैं। ആത്മാവിന്റെ ശബ്ദം കേട്ടു തുടങ്ങിയിരിക്കുന്നു. कुछ लोग आत्मा की बातों को सुन चुके ആമേൻ. हैं। കർത്താവിന്റെ തീ ചില ബർന്നബാസുമാരുടെ ഉള്ളിൽ ആമേൻ കത്തി തുടങ്ങിയിരിക്കുന്നു. बरनबास जैसे लोग के बीच में परमेश्वर का आत्मा की आग लग ആമേൻ. चुकी है। സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുവാനെ അനേക ശൗലുമാരെ കർത്താവ് എഴുന്നേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നു. और जैसे लोगों को परमेश्वर आज के दिन उठ खड़ा कर रहा അവൻ है। നിശ്ചയമായി വലിയൊരു ആത്മിക ഉണർവ് ദേശം കാണുകയാണ്. आज के दिन बहुत ही बड़ा पर हमारा देश उद्धार देख रहा है। യേശുവിന്റെ നാമത്തിൽ സംഭവിക്കും. यीशु के नाम में वो संभव होगा। നാം ജീവിക്കുന്ന ഈ കാലത്തിൽ അത് സംഭവിക്കും. हम इस युवा में आज इस जग में जब हैं तब तक ये ആ उद्धार होगा। ഉണർവ് കണ്ട് നാം എല്ലാവരും മടങ്ങൂ. इस सारे उद्धार को देखने के बाद ही हम वापस लौटेंगे। ഹല്ലേലൂയ. हालेलुया। യെരൂശലേമിലെ ഉപദ്രവം ദൈവസഭയുടെ അവസാനമല്ല. ആമേൻ. ഇത് ലോകത്തെ പിടിച്ചു കൊടുക്കുന്ന ഒരു ഉണർവായി മാറുകയാണ്. यरूशलेम का उपद्रव वहाँ कलीसिया के इतिहास का अंत नहीं बल्कि इतिहास का एक बहुत ही बड़ा एक मोड़ होने पाए। യെരൂശലേമിൽ സഭ വലിയ ഉപദ്രവം നേരിട്ടു. यरूशलेम कलीसिया बहुत ही बड़ा उपद्रव झेली। തൊട്ടതാരം ഇങ്ങനെ ആത്മാൽ പറയാം, ആ ഉപദ്രവം നിമിത്തം സുവിശേഷ വേല അതിവേഗത്തിൽ വ്യാപരിച്ചു. उसके नीचे हम ये कह सकते हैं कि यरूशलेम की कलीसिया के उपद्रव के बाद परमेश्वर का आत्मा अधिवेग से आगे बढ़ने വലിയ पाया। ഉപദ്രവവും വലിയ ഉണർവും. बहुत ही बड़ा उपद्रव, उसके बाद बहुत ही बड़ा उद्धार। ദൈവം നമ്മളെ സഹായിക്കട്ടെ. परमेश्वर हमारी सहायता करे। ശക്തരായ വേല ചെയ്യുവാൻ आज शक्तिशाली रूप से परमेश्वर की सेवकाएं करने के लिए ദൈവം നമ്മളെ സഹായിക്കട്ടെ. परमेश्वर हमारी सहायता करे। ഗോഡ്സ് മിഷനിലെ എല്ലാ മെമ്പേഴ്സിനെയും गॉड्स मिशन की इस संस्था के सारे ഈ വലിയ ആത്മിക ദൗത്യത്തിനു വേണ്ടി गॉड्स मिशन के सारे लोग को मैं एक बहुत ही बड़ा एक जिम्मेदारी के लिए ദൈവം നമ്മളെ വിളിച്ചിരിക്കുകയാണ്. परमेश्वर ने हमें बुलाया है। വീണ്ടും ദൈവത്തിന്റെ ആത്മാവ് परमेश्वर का आत्मा फिर से നമ്മളെ വീണ്ടും ഓർമ്മപ്പെടുത്തി. हमें याद दिलाया ഈ है। കഷ്ടത ദൈവസഭയുടെ അവസാനമല്ല. ये हमारा ये उपद्रव हमारा कलीसिया का अंत नहीं है। നാം കാര്യങ്ങൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ. हम अपने कार्य को शुरू किए ही हैं। ദൈവം നമ്മളെ സഹായിക്കട്ടെ. परमेश्वर हमारे साथ है। God bless you all.